അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ഡ്രസ്സ് ഉണ്ടായതൊന്നും എനിക്ക് ഡെലിവറിക്ക് ശേഷം ഫിറ്റ് ആവുന്നില്ല. സോ ഞാൻ ഈ ഒരു കുർത്തിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ടിപ്പിക്കൽ എൻ്റെ സ്കിൻ കെയർ, ആദ്യം പ്ലമ്മിൻ്റെ ടോണർ അപ്ലൈ ചെയ്തു. അപ്പോൾ ടോണറൊക്കെ ഒന്ന് ഫേസ് നല്ലോണം അബ്സോർബ് ആവുന്ന ടൈമിൽ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് പൊടി വർക്കുകൾ ഉണ്ടാവും, അതൊക്കെ തീർക്കുകയാണ്. അപ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്തു. നമ്മൾ ഫേസിൽ സ്കിൻ കെയർ ഒക്കെ കഴിയുമ്പോഴേക്കും ലിപ്പ് നല്ലപോലെ നമുക്ക് നെറിഷ്ഡായി കിട്ടും. സോ അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിറാണ്, അത് മിനിമലിസ്റ്റിൻ്റെ 10% നിയാസിനമൈഡ് സിറാണ്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം ഞാൻ ഈ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളൊക്കെയാണ് ഇതൊക്കെ, അല്ലാതെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. സോ ഞാനെൻ്റെ യൂസ് ചെയ്യുന്ന നിയാസിനമൈഡ് സിറം നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു. സോ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറം ഫേസിൽ അബ്സോർബ് ആവുന്നവരെ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് എങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് 1 മിനിറ്റ് എങ്കിലും അതൊന്ന് അബ്സോർബ് ആവാനുള്ള ടൈം കൊടുക്കണം. എന്നിട്ട് വേണം അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ. സോ ഞാൻ ആ ഗ്യാപ്പിൽ ഇപ്പോൾ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ലാക്മേയുടെ ഒരു കാജലുണ്ട്, അത് ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ തോണ്ടി അതിൻ്റെ ഉള്ളിലൊക്കെ ഓട്ടയായിരുന്നു. സോ അത് തേർഡ് വൺ എൻ്റെ മോയ്സ്ചറൈസർ, പോൺസിൻ്റെ ഒരു ജെൽ മോയ്സ്ചറൈസറാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു ഐറ്റമാണ്. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണെന്ന്. എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീനാണ് നെക്സ്റ്റ്. സോ ഞാൻ ഡെയിലി ഡേ ടൈമിലൊക്കെ ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുക. സൺസ്ക്രീൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ്, കാരണം ഡേ ടൈം, പിന്നെ അതുപോലെ തന്നെ ഇവിടെ തമിഴ്നാട് ക്ലൈമറ്റാണ്. പുറത്തേക്ക് ഇറങ്ങിയ വെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ട വെയിലായിരിക്കും. അത് കാരണം ഞാൻ മോർണിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ച സമയം ആയിക്കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യും. സോ സൺസ്ക്രീൻ എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഇത് നൈക്കയുടെ 16 hours ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. സോ അതന്നെ എടുത്തിട്ട് ലൈറ്റായിട്ട് കണ്ണിൻ്റെ മേലെ ഐഷാഡോയിട്ട് ആക്കി. ഞാൻ നോർമൽ ഐഷാഡോ ഒന്നും ഇടാറില്ല. അപ്പോൾ വർക്കിന് പോകുമ്പോൾ എന്തിപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, കുറച്ചൊക്കെ ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് ശേഷം എന്നും എഴുതുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ ഇപ്രാവശ്യം വിങ്സ് മാത്രമാണ് വരച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്തിന് എത്രമാത്രം ഒരുങ്ങുന്നതെന്ന്. ആക്ച്വലി ഞാൻ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സ്കിൻ കെയർ, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, പിന്നെ ഒരു പൊട്ടിത്ര മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ വേറെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ വർക്കിന് പോകുന്ന ഒരു ബാറ്റലിൽ പോകുന്നത്. ഇത് ഇൻഡിപെൻഡൻസ് ഡേ ആണെന്നുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരു സ്പെഷ്യൽ ഡേ ആണെന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡെയിലി റൊട്ടീൻ. ഞാൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഗെറ്റ് റെഡി വിത്ത് മീ പറഞ്ഞ ഇതാണ്. സോ ഇതിൻ്റെ ഗ്യാപ്പിൽ കണ്ണെഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഐലൈനർ വെച്ചിട്ട് തന്നെ എനിക്ക് പൊട്ടും വെക്കുന്നുണ്ട്. സംടൈംസ് എനിക്ക് സ്റ്റിക്കർ പൊട്ട് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തലവേദനയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇതൊരു മൈൽഡ് സ്മെല്ലായിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. സോ എനിക്ക് മൈൽഡ് സ്മെല്ലാണ് ഇഷ്ടം, അല്ലാതെ വല്ലാതെ കുത്തുന്ന സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതിന് ശേഷം ഹെയർ ഒന്ന് കോംബ് ചെയ്തു. അപ്പോൾ ഞാൻ ബസ്സിലാണ് പോകുന്നത് വെച്ചാൽ ഞാനിങ്ങനെ ഫ്രീ ഹെയർ ആയിട്ട് പോകും. അല്ലാതെ ചിലപ്പോൾ ബൈക്കിലൊക്കെയാണ് പോകുന്നത് വെച്ചാൽ ഞാൻ പോണിറ്റെയിൽ ചെയ്യും, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും മുടി ആകെ കെട്ടായിട്ടുണ്ടാവും. സോ ഞാൻ ഇന്നലെ ഹെയർ വാഷൊക്കെ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ കാരണം മുടി നല്ല സെറ്റായി നിൽക്കുന്നുണ്ട്. പിന്നെ വാച്ച് ഇട്ടു. പിന്നെ ഇത് എനിക്കും സിസ്റ്ററിനുള്ള ലെൻസാണ്. അപ്പോൾ ബാഗൊക്കെ എടുത്തിട്ട് ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇനി അടുത്ത് ഓഫീസിലെത്തി. അപ്പോൾ വരുന്ന വഴിക്ക് കുറേ മുത്തശ്ശന്മാരും ആൾക്കാരും കൂടെ നമുക്ക് പിന്നും അതുപോലെ തന്നെ ഈ ഫ്ലാഗൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് മിഠായിയൊക്കെ തരുന്നുണ്ടായിരുന്നു. അതിൽ എനിക്ക് കിട്ടിയൊരു ഫ്ലാഗാണ്. അപ്പോൾ ഓഫീസിൽ വന്നപ്പോൾ തന്നെ ഒരു ഫ്ലാഗൊക്കെ എടുത്ത് കുത്തി റെഡിയായി.